ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ്. അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. തേങ്ങ, ശർക്കര, എള്ള്, അവൽ. തവ ചൂടായി വരുമ്പോൾ നമ്മൾ എള്ളിടുന്നു. 1 കപ്പ് എള്ളാണ്, ഒരു കപ്പ് എള്ള്. ഒരു 2 മിനിറ്റ് മതി ഇതൊന്ന് ചൂടായി വരണം. എള്ള് നോക്കാം നമുക്ക്. നമ്മൾ ഈ എള്ള് കഴുകി എടുക്കാവൂ കേട്ടോ, അല്ലാതെ എടുക്കരുത്. കഴുകി ഉണക്കി എടുക്കണം എള്ള്. എള്ളെല്ലാം പൊട്ടുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ എള്ള് പാത്രത്തിലോട്ട് മാറ്റണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ അവൽ ചെറിയ രീതിയിൽ ചൂടാക്കണം. അതും ചെറിയ രീതിയിൽ ചൂടാക്കണം. വൈറ്റ് അതിലാണ് എപ്പോഴും നല്ലത്. ചെറിയ രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് വരണം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. നമ്മൾ ഈ തേങ്ങ ചൂടാക്കുമ്പോൾ അല്പം നെയ്യും കൂടെ ഒഴിക്കണം. എന്നിട്ട് വേണം തേങ്ങ ഇട്ടിട്ട് വേണം ചൂടാക്കേണ്ടത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാം, ചീത്തയാവില്ല. നമ്മളെല്ലാം ഈ തേങ്ങയൊക്കെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല. ഇവിടെ ഇതെല്ലാവർക്കും ഇഷ്ടമാണിത്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വേണ്ട, അതിന് വെള്ളം എല്ലാം വറ്റണം ഈ തേങ്ങയുടെ. ഇത്രയും മതി, ചൂടായാൽ മതി. വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ കൂടെ തട്ടണം, എല്ലാം ഒന്നിച്ചാണ് തട്ടണം. ശർക്കര ഇത് നല്ല ശർക്കരയാണ്, അതുകൊണ്ട് നമുക്കിതിപ്പം അരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വാങ്ങിക്കുന്ന ശർക്കരയുടെ ഇതുപോലെ ഇരിക്കും. ആ ശർക്കര നല്ല ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ അലിയിച്ച് തന്നെ എടുക്കണം, കല്ല് കാണും. അതുകൊണ്ട് ഇത് നമ്മൾ തണുക്കാൻ വെച്ചിരുന്നതാണ്. ഇത് തണുത്ത് കഴിഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഉരലിൽ വെച്ച് നമ്മൾ അടിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉരലൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ മിക്സിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളൊക്കെ മിക്സി നമ്മൾ അടിച്ചു തയ്യാറായി. അടിച്ചു തയ്യാറായി. ഇതേ രീതി വേണം ഇത് അടിച്ചെടുക്കേണ്ടത്. അത് വേണം ഈ ശർക്കര ഇതിലോട്ടിട്ട് ഇതും കൂടെ അടിച്ചെടുക്കണം.
നമുക്ക് ഉരുക്കി ഇതെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കണക്കാവും. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഈ ഉരുട്ടി 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 എടുക്കണം. ഇത് നല്ലപോലെ നമ്മൾ കൈവച്ച് തന്നെ ഇത് ചെയ്യണം. ചെറിയ ബൗൾസായിട്ട് ഇത് നല്ലോണം എണ്ണമയം വരുന്നുണ്ട്. ഇതുപോലെ ഇതെല്ലാം നമ്മൾ ഉരുളകളാക്കി എടുക്കണം. ആ ചെറിയൊരു കപ്പ് എള്ളിന് നമുക്ക് ഇത്രയും എള്ളുണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഡെയിലി ഓരോന്ന് കഴിക്കുന്നത് നല്ലതുമാണ്. ഈ എള്ളുണ്ട ഇത് കണ്ട, ഇത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക. ഡെയിലി ഓരോന്ന് കഴിക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റിൽ എഴുതുക.